നമസ്കാരം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ മറ്റൊരു ഓണക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. സമൃദ്ധിയുടെ ആഘോഷമായി ഏതൊരു ഓണനാളും എന്ന പോലെ ഈ ദിവസങ്ങളും കൊണ്ടാടാൻ സജീവമായി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ പൊതുവിപണിയിൽ പതിവ് പോലെ. സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം ഫെയറുകൾ വഴി നൽകുന്നത് 13 സബ്സിഡി സാധനങ്ങൾ. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സഹകരണ വിപണി വഴി പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ സബ്സിഡിയിൽ നിത്യോപയോഗ സാധനങ്ങൾ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയിലൂടെ 14,000 കോടി രൂപ ചെലവഴിച്ചുള്ള സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഇന്ന് ഈവനിംഗ് ഡിബേറ്റിൽ ചർച്ചയാകുമ്പോൾ മന്ത്രിമാരായ വി.എൻ. വാസവൻ, ഒപ്പം ജി.ആർ. അനിൽ, സാമ്പത്തിക വിദഗ്ധൻ എസ്. മോഹനകുമാർ, ഒപ്പം നമ്മുടെ പ്രതിനിധികൾ എന്നിവർ ഈവനിംഗ് ഡിബേറ്റിനൊപ്പം ചേരും. ഈ വിഷയം വളരെ സമഗ്രമായി വിദഗ്ധരുടെ അടക്കം പാനലിൽ നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് നമുക്കൊപ്പം ആദ്യം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ജോഷിലയാണ് തയ്യാറായിട്ടുള്ളത്. ജോഷില, എത്രത്തോളം വലുതാണ് മലയാളി ഓണക്കാലം എന്നത് നമുക്ക് പറഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ യഥാർത്ഥ ഗൗരവത്തിൽ, പൂർണ്ണമായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ വലിയ തോതിലുള്ള പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് ജനങ്ങളാണ്. സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും നിരവധിയായിട്ടുള്ള സാധനങ്ങൾ സബ്സിഡി വിലയിൽ ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്കറിയാം. ഈ ഒരു ഫലപ്രദമായ ഇടപെടലിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുന്നു? കാവ്യ, നമുക്കറിയാം മലയാളി ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവകാലമാണ് ഓണക്കാലം. അത് മഹാദുരന്തങ്ങൾക്കിടയിലും അത്തരമൊരു ആഘോഷത്തെ തടയുക എന്നുള്ളതല്ല, അതേസമയം തന്നെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ ഏത് വിധത്തിലൊക്കെ സഹായിക്കാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ സഹായിക്കാം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ 14,000 കോടി ചെലവഴിച്ചുകൊണ്ട് സബ്സിഡി ഇനത്തിൽ 13 ഇനം സാധനങ്ങളാണ് ഇത്തവണ ഈ ഓണം വിപണിയിൽ സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത്. വലിയ ഒരു പ്രശ്നം ഉണ്ടാകാതെ, അതായത് മലയാളിക്ക് വൻ വിപണി വിലയേക്കാൾ വലിയ വിലക്കുറവിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറം മലയാളിയെ ഓണാഘോഷത്തിനായി സജ്ജമാക്കുക. പണ്ട് കാലങ്ങളിൽ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണുക എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്കല്ല മലയാളി പോകുന്നത്. മലയാളിക്ക് കഴിയാവുന്ന വിധത്തിൽ ഓണം ആഘോഷിക്കാൻ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കൂടെയുണ്ട് എന്നുള്ളത് തന്നെ തെളിയിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വിപണി, അതായത് സപ്ലൈകോ വഴിയുള്ള ഓണച്ചന്ത. കോഴിക്കോട് സപ്ലൈകോ ഓണച്ചന്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വിവര പട്ടിക നമുക്ക് കാണാം. വൻപയറിന് 75 രൂപയാണ്. അതുപോലെ തന്നെ ഉഴുന്ന് കിലോഗ്രാമിന് 95 രൂപയാണ്. മുളക് അര കിലോഗ്രാമിന് 73 രൂപയാണ്. സാധാരണ വിപണിയിൽ 170 രൂപയാണ് കോഴിക്കോട്. 170 മേലെയാണ് കോഴിക്കോട് 1 കിലോഗ്രാം മുളകിനുള്ളത്. എന്നാൽ അര കിലോഗ്രാം മുളകിന് ഇവിടെ 73 രൂപ മാത്രമേ ഉള്ളൂ. അതായത് 1 കിലോഗ്രാം വരുമ്പോൾ ഏകദേശം 146 രൂപ വരെയാണ് വരിക. വലിയൊരു വ്യത്യാസം തന്നെയാണ്. 1 കിലോഗ്രാം മുളകിന് വലിയൊരു വ്യത്യാസം തന്നെയാണ് പൊതുവിപണിയിൽ നിന്നും സപ്ലൈകോ വിപണിയിൽ എത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മല്ലി 39 രൂപ അര കിലോഗ്രാമിന്, പരിപ്പ് 115 രൂപയും, കടലയ്ക്ക് 69 രൂപയും, ചെറുപയറിന് 90 രൂപ, പഞ്ചസാര 33 രൂപ, വെളിച്ചെണ്ണ 136 രൂപ, അരി ജയക്ക് 29 രൂപ കിലോയിനാണ്. അതുപോലെ തന്നെ കുറുവ അരിക്ക് 33 രൂപയും, മട്ട അരിക്ക് 33 രൂപയും, പച്ചരിക്ക് 26 രൂപയാണ് കിലോഗ്രാമിന് വില കണക്കാക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇവിടെ സപ്ലൈകോയുടെ ചന്ത തുറന്നിരിക്കുന്നത്. അന്ന് ആ സമയം മുതൽ ഇതുവരെ വൻ തിരക്കാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സാധനങ്ങളും വീണ്ടും പാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഏട്ടാ, എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയത്? വില എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? എവിടുന്ന് വരിക ഞങ്ങള്? വേറെ സപ്ലൈക്കോ അല്ലേ, വീടിൻ്റെ അടുത്തുള്ളൊന്നും ഇല്ലല്ലോ, ഒക്കെ ഇവിടെയല്ലേ ഉള്ളത്. വന്നു അല്ലേ? ഓ, ഇതാണ് സാധനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആളുകളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. എന്താ ഇത്തവണ വിപണി വിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരമാവധി വില കുറച്ച് സംസ്ഥാന സർക്കാർ ഇതൊക്കെ തന്നെ സാധ്യമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെയധികം സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ കാര്യം എന്നുള്ളത്. നമുക്ക് സപ്ലൈകോയുടെ ഈ സ്ഥലത്താണ് എല്ലാ സാധനങ്ങളും നിറച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ മാർക്കറ്റിൽ ഇപ്പുറത്തെ ചന്തയിൽ സാധന
സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ ലഭ്യമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇവരുടെ ജീവനക്കാരോട് കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഏട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്ക്, അതുപോലെ തന്നെ എങ്ങനെയുണ്ട് സാധനങ്ങളുടെ ലഭ്യതയൊക്കെ എങ്ങനെയുണ്ട്? അപൂർവമായ തിരക്കാണ് രാവിലെ തൊട്ട്. ഇപ്പം തന്നെ 3-3.5 ലക്ഷമായി സെയിൽ. പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇറങ്ങി എല്ലാ പണികളും ചെയ്യാണ്. സാധനങ്ങൾ പെട്ടെന്ന് പാക്കാവാൻ വേണ്ടിയിട്ട് എല്ലാ ജീവനക്കാരും രംഗത്തെത്തി. എല്ലാ ജീവനക്കാരും അരയും തരയും മുറുക്കി രംഗത്തിറങ്ങി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തസ്തിക നോക്കിയിട്ടുള്ള ജോലിയല്ല, തസ്തിക നോക്കിയിട്ടുള്ള ജോലിയല്ല, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാണ്. കാരണം അത് ഇവിടെ അത്യാവശ്യമാണ്, എങ്കിലേ സാധനങ്ങൾ റാക്കുമിലാവുള്ളൂ. ഇതാണ് കാവ്യ, എല്ലാ ജീവനക്കാരും ഇറങ്ങിയിരിക്കുകയാണ്. അതായത് റാക്കിലേക്ക് സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് പൊതുജനങ്ങൾ അത്രയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും റാക്ക് നിറക്കണം. അതുകൊണ്ട് തന്നെ തസ്തികകൾ പോലും നോക്കാതെ എല്ലാ ജീവനക്കാരും ഒരുപോലെ ഇറങ്ങിക്കൊണ്ട് എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഹാപ്പി അവർ എന്ന് പറയുന്ന ഒരു സമയം കൂടിയുണ്ട്. ആ സമയത്ത് ഇവർക്ക് മറ്റ് സാധനങ്ങൾ വളരെ വിലക്കുറവിൽ 10% വിലക്കുറവിൽ ആ സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ്. ചേച്ചി, എന്തുണ്ട് സാധനങ്ങളൊക്കെ? 500 നമ്മളെ ചെറുപയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ സാധനങ്ങളും എങ്ങനെയുണ്ട് പർച്ചേസ്? എങ്ങനെ നടക്കും? കുഴപ്പമില്ലാതെ പോണേ. സന്തോഷമായോ? ഓ, സന്തോഷം. ആണ് കാവ്യ, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, സാധനങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമുക്ക് ഒരാളോട് കൂടി ചോദിക്കാം. ഇവിടെ ഹാപ്പി അവർ സമയത്താണ്? അത് 2 മണി മുതൽ 4 മണി വരെയുള്ള സമയത്താണ്. എത്ര നല്ല വിലക്കുറവുണ്ട് ആ സമയത്ത്? നമ്മൾ അതിൻ്റെ മുകളിൽ ഇപ്പം വിൽക്കുന്നതിനേക്കാളും 10% കുറയും, വീണ്ടും കുറയും. സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ. സാധാരണ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ വില കുറവുണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം സ്റ്റേഷനറി ഐറ്റംസിനും കുറയും, ശബരിക്കും 10% കുറയും. നല്ല ഓഫറുകളൊക്കെയാണുള്ളത്. ഇതാണ് കാവ്യ. സാധാരണ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ ഹാപ്പി അവർ എന്ന് പറയുന്നത്. ഈ സബ്സിഡിക്ക് പുറമേ ഉള്ള സാധനങ്ങൾ അല്പം കൂടി വിലക്കുറവിൽ ലഭിക്കുന്ന മണിക്കൂറുകളാണോ? തീർച്ചയായും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ മറ്റ് സാധനങ്ങൾ കൂടി വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ഹാപ്പി അവർ എന്ന് പറയുന്നത്. 2 മണി മുതൽ ഏകദേശം 4 മണിക്ക് ശേഷം വരെ ഉള്ള ഒരു സമയത്ത് 2 മണിക്കൂർ നേരം ഹാപ്പി അവർ ഉണ്ടായിരിക്കും. ആ സമയത്ത് മറ്റ് സാധനങ്ങൾ കൂടി വിലക്കുറവിൽ ലഭ്യമാകും എന്നുള്ളതാണ് ജീവനക്കാരടക്കം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ കാണുന്ന തിരക്കാണിത്. ആ തിരക്കിൽ ആണ് ഞങ്ങൾ ഇതുവരെ ആളുകളോട് ഇടപെട്ടതും. ആളുകളൊക്കെ തന്നെ ആശ്വാസത്തിലാണ്. വിപണി വിലയേക്കാൾ അത്രയേറെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരി ജോഷില, താങ്ക് യു. ഇപ്പോൾ ജോഷില നൽകിയ വിവരങ്ങൾ കോഴിക്കോടുള്ള സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റിൽ ഈ ഏകദേശം 3:45 മണി നേരിട്ടെത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണവും എത്രത്തോളം വലിയ തിരക്കുമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറഞ്ഞത്. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ എസ് മോഹനകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനകുമാർ, ഇപ്പോൾ നമ്മൾ കണ്ടത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റാണ്. ഹാപ്പി അവർ അടക്കമുള്ള പരിപാടികൾ കൂടുതലായി എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും വാങ്ങാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പരിമിതമായ വില അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് സാധനങ്ങൾ പൊതുവിപണിക്ക് പുറമെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ഇത് മലയാളിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഓണമാണ്. ആ ഒരു ഓണക്കാലത്ത് സാധാരണക്കാരന് എല്ലാ സമയത്തെയും എന്ന പോലെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടാൻ കഴിയണം. പ്രത്യേകിച്ച് രാജ്യം വലിയ വിലക്കയറ്റത്തിൽ കൂടി കടന്നു പോകുന്ന എത്രയോ ദിവസങ്ങളായി അതിൻ്റെ അല്ലെങ്കിൽ എത്രയോ നാളുകളായി അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളാത്തൊരു ഘട്ടമുണ്ട്. അവിടെയാണ് സംസ്ഥാന സർക്കാർ വിപണിയിൽ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈവനിംഗ് ഡിബേറ്റിൽ പ്രേക്ഷകരുമായി സംസാരിക്കുന്നത്. വലിയൊരു ഇടപെടലല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ മോഹൻകുമാർ? തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു ഇടപെടലാണെന്ന് മാത്രമല്ല, ഈ ഇടപെടലിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഘടകങ്ങൾ, ഇപ്പോൾ കൺസ്യൂമർ ഫെഡ്, ത്രിവേണി സ്റ്റോറുകൾ, മിൽമ, ഹോർട്ടിക്രോപ്പ്, ഇപ്പോൾ ഇങ്ങനെയുള്ള സപ്ലൈകോ, ഇവരെല്ലാം പരസ്പരം മത്സരിക്കുകയാണ്. പരസ്പരം മത്സരിക്കുന്നത് കൂടുതൽ കടകൾ തുടങ്ങുന്നതിനും അത് ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലുൾപ്പെടെ കടകൾ തുടങ്ങി പരമാവധി ആളുകളുടെ കയ്യിൽ വളരെ വില കുറച്ച് 200ഓളം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള ഒരു മത്സരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പല ഘടകങ്ങൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ 930 രൂപയ്ക്കാണ് 1500 രൂപയ്ക്കുള്ള ഒരു കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് നമ്മുടെ കൺസ്യൂമർ ഫെഡ് കൊടുക്കുന്നത്. അതിനോട് മത്സരിച്ചുകൊണ്ട് സപ്ലൈകോ ചെയ്യുന്നത്
₹1275 വില വരുന്ന ഒരു കിറ്റ് ഏകദേശം 750 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ത്രിവേണി സ്റ്റോർ ഹോർട്ടിക്രോപ്പ് 10% മുതൽ 50% വരെയാണ് പഴവർഗ്ഗങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നത്. അതുപോലെ പാലുൽപ്പന്നങ്ങളുടെ വില, കൈത്തറി സ്ഥാപനങ്ങൾ മറ്റൊരു സ്ഥലത്ത് കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി വില കുറച്ച് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ കാണേണ്ട മറ്റൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖല മുഴുവനും അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഇന്ന് റിലയൻസ് ട്രെൻഡ് പോലുള്ള കോർപ്പറേറ്റുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 12,000 കടകൾ റിലയൻസ് ട്രെൻഡ് മാത്രം ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. 2 മെട്രിക് ടൺ ഫ്രൂട്ടാണ്, പഴവർഗ്ഗങ്ങളാണ് ഓരോ ദിവസവും കർഷകരിൽ നിന്നും ശേഖരിച്ച് റിലയൻസ് ട്രെൻഡ്സ് വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഓണം പോലുള്ളൊരു ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുത്തകകളുടെ ഏറ്റവും വലിയ ഉത്സവമായിരിക്കും. അവർ പരമാവധി വില കൂട്ടിവിറ്റ് ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളെ പിഴിയുന്നതിനുള്ള വിലക്കയറ്റത്തിലൂടെ പിഴിയുന്നതിനുള്ള ഒരവസരം കാത്തിരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അതിൻ്റെ എല്ലാ ആയുധങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക്, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും, അതിൽ ഒരു തരത്തിലുള്ള വരുമാന വ്യത്യാസവും വയ്ക്കാതെ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പരമാവധി വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ത്രിവേണി മാർക്കറ്റുകളും അതുപോലെ തന്നെ മിൽമയും ഹോർട്ടിക്രോപ്പും ഖാദി ഉൽപ്പന്ന ശൃംഖലകളും ഇങ്ങനെയുള്ള എല്ലാ ശബരി ഉൽപ്പന്നങ്ങളും എല്ലാം പരമാവധി ശ്രമിക്കുന്നത്. ശരൺകുമാർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് ശ്രീസ് മോഹൻകുമാർ, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഫലപ്രദമായ ഒരു ഏകോപനവും ഇടപെടലും നടക്കുന്നുണ്ട് എന്നതാണ്. അങ്ങയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ പറയുന്ന കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും അടക്കമുള്ളവ, ഹോർട്ടികോർപ്പ് ആയിക്കോട്ടെ മിൽമ ആയിക്കോട്ടെ, പരസ്പരം മത്സരിച്ചു കൊണ്ടൊരു ഇടപെടൽ അത് സജീവമായി ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോഴും ഇത് ജനങ്ങളിലേക്ക് വലിയൊരളവ് വരെ എത്തണം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ തത്സമയ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സമയത്ത് എത്ര വലിയൊരു തിരക്ക് അവിടെയുണ്ട്, എത്രത്തോളം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട് എന്നത്. ആ ഒരു ഘട്ടത്തിൽ പോലും സാധനങ്ങളില്ല, ഉള്ള സാധനങ്ങൾക്ക് തീ വില എന്ന നിലയിലുള്ള വലിയൊരളവ് വരെ മോശമായ പ്രചാരണം നടത്താനും ഒക്കെ ഒരു ശ്രമമുണ്ടായി. അല്ലെങ്കിൽ കൃത്യമായൊരു വിലവിവര പട്ടിക നേരത്തെ ജോഷില അവിടെ നിന്ന് ചേർന്നപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ആ ഒരു വിലവിവര പട്ടികയ്ക്ക് അപ്പുറത്തേക്കുള്ള ചില പ്രചാരണങ്ങളൊക്കെയും ഉണ്ടായി. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പരമാവധി പേരെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു വലിയ ഉദ്യമം കൂടി സർക്കാരിന്റെ മുന്നിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അതെ, എന്നോടാണോ ചോദിച്ചത്? അതെ അതെ അത് നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. കാരണം കേരളം പോലെ അതിൻ്റെ ഭക്ഷ്യ ആവശ്യത്തിൻ്റെ ഭൂരിഭാഗവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന, വാങ്ങുന്ന ഒരു പാലുൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു ഇടപെടൽ സർക്കാർ നടത്താതിരുന്നാൽ ഈ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വർദ്ധിക്കും. പക്ഷേ സർക്കാർ ഇത് ഓണം കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇടപെട്ടതല്ല. എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം റിലയൻസ് ട്രെൻഡ് പോലുള്ള വൻകിട കുത്തകകൾ കർഷകരിൽ നിന്നും മുൻകൂട്ടി തന്നെ ഇടപാട് ഉറപ്പിച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ അതിന് വളരെ മുമ്പേ തന്നെ കേരള സർക്കാർ ഇതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വേഗം ഇത്രയും 1500 സ്റ്റോറുകളാണ് കൺസ്യൂമർ ഫെഡ് മാത്രം തുടങ്ങുന്നത്. അതുപോലെ സപ്ലൈകോ സംസ്ഥാന തലത്തിൽ ഒരു കട, ഓരോ നിയോജക മണ്ഡലത്തിലും ഒരു പ്രത്യേക കടകൾ, പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക യൂണിറ്റുകൾ, ഇങ്ങനെ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ത്രീയായാലും പുരുഷനായാലും കുട്ടികളായാലും ഏതെങ്കിലും ഒരു കടയിൽ കയറാതെ, ആൾക്കൂട്ടം കണ്ട് ഒരു കടയിൽ കയറാതെ അവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്ന് നോക്കുമ്പോൾ അവർ തന്നെ അതിശയിച്ചു പോകുന്ന രീതിയിൽ ബ്രാൻഡഡ് സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വില കുറച്ച് കിട്ടി അത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് നാളെയും അടുത്ത ആഴ്ച വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കൂടെ ആകുമ്പോൾ എല്ലാ കടകളും പൂർണ്ണമായും സജീവമാവും. ഇവിടെ സജീവമാകുമ്പോൾ ഈ കമ്പോളത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഇടപെട്ട് എങ്ങനെയാണ് വില കുറയ്ക്കുന്നതെന്നുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ ഇത് ആവിഷ്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ
കേരളത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് അവർ ചെയ്തുകൊണ്ടുവരുന്ന ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന അങ്കലാപ്പ് കേന്ദ്ര സർക്കാരിനും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കമ്പനികൾക്കും ഇന്ത്യൻ കുത്തകൾക്കുമുണ്ട്. ആ കുത്തകകളുടെ സ്വാധീനത്തിലാണ് ഇന്ന് ചില മാധ്യമങ്ങളെങ്കിലും ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാനും ഏതെങ്കിലും സപ്ലൈകോയിൽ സാധനങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിറച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടു മുമ്പേ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഷെൽഫിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു അലമാരയുടെ ഫോട്ടോ എടുത്ത് പത്രത്തിലും മീഡിയയിലും കൊടുത്ത് പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ചില സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ അടുത്ത ആഴ്ചയോടുകൂടി കേരളത്തിലുള്ള എല്ലാ വിപണികളും സജീവമാകുന്നത് മാത്രമല്ല 10 മുതൽ 50% വരെ വിലക്കുറവാണെന്നതിലുപരി ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് 4 മണി മുതൽ 6 മണി വരെ ഡീപ്പ് ഹാപ്പി അവറാണ്. അതായത് സാധാരണ 10 മുതൽ 50% വിലക്കുറവിന് മുകളിൽ 10% വീണ്ടും വില കുറച്ച് കിട്ടുന്നു. ഈ സമയത്തുണ്ടാകുന്ന തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എല്ലാ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളും കൺസ്യൂമർ ഫെഡിൻ്റെയും ത്രിവേണിയുടെയും മിൽമയുടെ ഔട്ട്ലെറ്റുകൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതാണ് നമ്മൾ നേരത്തെ ടി വിയിൽ കണ്ടത്. പക്ഷേ ഇവിടെ സർക്കാർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. അതെന്ന് പറയുന്നത് ഇത് സപ്ലൈ സൈഡിൽ നിന്നാണ് സാധനങ്ങൾ കമ്പോളങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ എത്തിക്കുന്ന സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് ആളുകളെ കയ്യിൽ എത്തിക്കുന്ന ഡിമാൻഡ് സൈഡിൽ നിന്നുള്ളൊരു ഇടപെടലും വളരെ ശക്തമായി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം 3 മാസത്തെ ഏകദേശം 4800 രൂപയോളം 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക 62 ലക്ഷം ആളുകളുടെ കയ്യിലെത്തിക്കുന്നു. അതോടൊപ്പം തന്നെ 34,600 ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 1000 രൂപ വീതം ഫെസ്റ്റിവൽ അലവൻസ് നൽകുന്നു. ഇതുകൂടാതെ 4000 രൂപ ബോണസ് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ സർക്കാർ ബോണസ് ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവൽ അലവൻസ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ജീവനക്കാർക്കുമൊക്കെ നൽകുന്നത് തടയുന്നതിനു വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ 48,000 കോടി രൂപയാണ് കേരള സർക്കാരിന് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിയമപരമായി കിട്ടേണ്ട തുക. അത് കൊടുക്കാതിരിക്കുമ്പോഴും കേരള സർക്കാർ ചെയ്യുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയിടയിലും 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞു. 34,600 വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് 1000 രൂപ വീതം, പിന്നെ 4000 രൂപ ബോണസ്. അതിന് നിയമപരമായ അർഹതയില്ലാത്തവർക്ക് 2475 രൂപ വെച്ച് അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, 20,000 രൂപ വരെയുള്ള ഫെസ്റ്റിവൽ അഡ്വാൻസ്, അത് പലിശയില്ലാതെ 5 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അതിനും അർഹതയില്ലാത്തവർക്ക് 6000 രൂപ വരെയുള്ള ഫെസ്റ്റിവൽ അഡ്വാൻസ്. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെ കയ്യിലും ഏറ്റവും കുറഞ്ഞ 1000 രൂപയെങ്കിലും ഓണ സമയത്ത് എത്തിക്കാനുള്ള സംവിധാനവും ഡിമാൻഡ് സൈഡിൽ നിന്ന് സർക്കാർ ചെയ്യുന്നുണ്ട്. ശ്രീ എസ് മോഹനകുമാർ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും വലിയ തോതിലുള്ള അവകാശവാദങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവർക്ക് നമ്മൾ നൽകുന്ന മറുപടി എന്ന് പറയുന്നതാണ് ഇപ്പോൾ വിവിധ ഔട്ട്ലെറ്റുകളിൽ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഔട്ട്ലെറ്റുകളിൽ കാണുന്ന ഈ ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ സ്റ്റോക്കില്ല എന്നതാണ് ഏറ്റവും വലിയ വ്യാജ പ്രചാരണമായി നിൽക്കുന്നത്. പക്ഷേ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടോ എന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കൊന്ന് പോവുകയാണ്. സുലേഖ ശശികുമാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. സുലേഖ, അടുത്ത ആഴ്ച അവസാനം, അതായത് ശനി ഞായർ ദിവസങ്ങളാണ് ഓണം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിലെ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും അവധി ദിനങ്ങളിൽ വലിയ തോതിലുള്ള ഒരു തിരക്കും ഒക്കെ മുൻനിർത്തി, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് തന്നെയാണ് പൊതുവിപണി ഇപ്പോൾ വലിയ തോതിൽ ഓണത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഔട്ട്ലെറ്റുകളും ഓണച്ചന്തകളും അടക്കമുള്ളവയും അതേ അളവിൽ തയ്യാറെടുത്തിട്ടുണ്ട് എന്നതാണ്. അത് എത്രത്തോളം അളവിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്. തിരുവനന്തപുരത്ത് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായും കാവ്യ, സർക്കാർ ഇടപെടൽ, വിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടൽ ഈ ഓണക്കാലത്ത് വലിയ രീതിയിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. വലിയ രീതിയിലുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും സബ്സിഡിയും ഒക്കെ ആയി തന്നെയാണ് ഈ ശബരിയുടെയും അതിനൊപ്പം തന്നെ സപ്ലൈകോയുടെയും ഒപ്പം കൺസ്യൂമർ ഫെഡിൻ്റെയും വിപണികൾ, ഓണച്ചന്തകൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വലിയ തിരക്കാണ്. നേരത്തെ കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. ഇവിടെ വലിയ തിരക്കാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. സാധനങ്ങൾ അപ്പുറത്താണ് സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്. മല്ലിയും മുളകും ഒക്കെ പാക്ക് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ ഉടനടി തീരുന്നു എന്നുള്ളത് തന്നെയാണ്.
എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ സപ്ലൈകോയുടെ സംസ്ഥാന ഓണച്ചന്തയിലാണ്. ഇവിടെ വലിയ തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത് നമുക്ക്. എന്തായാലും ഇന്ന് ശനിയാണ്. ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ഇത്രത്തോളം തിരക്കുണ്ടെങ്കിൽ നാളെ വലിയ തിരക്കുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിൽ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം ചോദിക്കാം. അമ്മ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? നമ്മൾ മുളക് മല്ലി എല്ലാ സാധനവും ഇല്ല. മുളക് മല്ലി ഉഴുന്ന് പയറ് പരിപ്പ്. ഓണം അടിച്ചു പൊളിക്കുകയാണ്. എന്തൊരു എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലയൊക്കെ? വില നമ്മൾ ബില്ലടിച്ചില്ലല്ലോ, സാധനം എടുത്ത് വെച്ചതല്ലേ ഉള്ളൂ. സാധനം എടുക്കുമ്പോൾ നമ്മൾ കണ്ടില്ല, എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കണേ, കുറേശ്ശെ പാക്ക് ചെയ്തോണ്ട് വരണതേ ഉള്ളൂ. പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് തീരാണല്ലോ. അതാണ് ബാക്കി തീരാണ് ചെയ്യുന്നത്. അവൻ കുറേശ്ശെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് തോന്നുന്നത്. അതങ്ങനെ എപ്പോഴും തിരക്കാണ് ഇവിടെ, സാധാരണ പൊതുവേ തിരക്കാണ്. ഓണം അടുപ്പിച്ചൊക്കെ തിരക്കാണ്. ഇത് തന്നെയാണ് കാവ്യ. എന്തായാലും ശനിയാഴ്ച അത് അവധി ദിവസമാകുന്നു. ഒപ്പം സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ സബ്സിഡി 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഓഫറുകളുമുണ്ട്. ഈ ഓഫർ നടക്കുന്ന സമയമാണ് ഇപ്പോൾ, അതായത് 2 മണി മുതൽ 4 മണി വരെയാണ് ഈ ഡീപ്പ് ഹവേഴ്സ് നടക്കുന്നത്. ഈ സമയത്ത് വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ടോക്കൺ അടിസ്ഥാനത്തിലാണ് ആളുകളെ ഇതിനകത്തേക്ക് ഈ ഓണച്ചന്തയിലേക്ക് കയറ്റിവിടുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ടോക്കൺ അനുസരിച്ച് കയറ്റിവിട്ടിട്ടും ഇത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ് ഈ സ്റ്റാളുകളിലുള്ളത്. ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി മലയാളികൾ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. സർ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയത്? പരിപ്പ്, പഞ്ചസാര, പയറ്, പിന്നെ ബാക്കി സബ്സിഡി ഐറ്റം മുളക് എല്ലാം എടുത്തു. ഓണത്തിനുള്ള സാധനങ്ങൾ തന്നെ എല്ലാം ഉണ്ട്. സാധനങ്ങളൊക്കെ കിട്ടിയോ? എല്ലാം കിട്ടി. എങ്ങനെയുണ്ട് ഇവിടുത്തെ വിലയൊക്കെ? എങ്ങനെയുണ്ട് വില? തന്നെ ബില്ലടിച്ചാലേ അറിയാവുള്ളൂ. പൊതുവിപണിയിൽ ഭയങ്കര വിലയാണ്. വില കുറവാണ് അത് പറഞ്ഞു. കുറവാണ്. അരിയൊക്കെ വാങ്ങിയോ? അരി വാങ്ങില്ല. അരി വാങ്ങി ബില്ലടിച്ചിട്ടേ വാങ്ങുള്ളൂ. ബില്ലടിച്ചിട്ടാണോ? പൊതുവിൽ വില കുറവാണ്. അതെ. കാവ്യ, നമ്മളിപ്പോൾ കേട്ടതുപോലെ ഓണത്തിന് ആവശ്യമായ, ഓണസദ്യക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ഉച്ചയ്ക്ക് ഇതേ ഔട്ട്ലെറ്റിൽ നമ്മൾ എത്തിയിരുന്നു, ഈ ഓണച്ചന്തയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് എണ്ണയൊക്കെ ഏറെക്കുറെ ഇതിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് എണ്ണ പാക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. അത് ഈ സമയത്തേക്ക് നിറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എണ്ണ പാക്കറ്റുകളൊക്കെ തന്നെയും. സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ ലഭ്യമാകുന്ന എണ്ണ പാക്കറ്റുകളാണ് ഇവയൊക്കെ തന്നെയും. ഇത് നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് നമ്മളിവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇത് ഒരു കാൽഭാഗം മാത്രമാണ് ഈ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായിരുന്നത്. ആ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ വീണ്ടും പുതുക്കി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇതിന് അപ്പുറത്താണ് ഈ മല്ലി മുളകും ഒക്കെ പാക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പാക്ക് ചെയ്യുന്നു, ഉടനടി സാധനം തീരുന്നു, വീണ്ടും പാക്ക് ചെയ്യുന്നു, സാധനം തീരുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് സാധനങ്ങൾ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഈ മുളകും മല്ലി, ചെറുപയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെയും പാക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവർ പാക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുന്നു. കൊണ്ടുവയ്ക്കുന്ന ഡിസ്പ്ലേ വെക്കുന്നു. അതിനൊപ്പം തന്നെ അത് കഴിഞ്ഞു പോകുന്ന തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ, സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ വലിയ രീതിയിൽ ഈ സാധനങ്ങൾ വാങ്ങാൻ വരുന്നൊരു തിരക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ സപ്ലൈകോയുടെ വലിയ രീതിയിലുള്ള ഓഫറുകളുണ്ട്. ഒപ്പം സപ്ലൈകോയുടെ ഈ ഓണച്ചന്തയിലെ പ്രത്യേകത എന്ന് പറയുന്നത് സപ്ലൈകോയുടെ സിഗ്നേച്ചർ ഐറ്റങ്ങൾ, 6 സിഗ്നേച്ചർ ഐറ്റങ്ങൾ ചേർന്ന ഒരു സപ്ലൈകോയുടെ സിഗ്നേച്ചർ കിറ്റുണ്ട് ഈ ഓണച്ചന്തയിൽ എന്നുള്ളത് തന്നെയാണ്. അതിന് 255 രൂപയാണ് വില വരുന്നത്. പക്ഷേ ഓണച്ചന്തയിൽ അത് 189 രൂപയ്ക്കാണ്. എന്തായാലും ഹാപ്പി അവേഴ്സ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും അത് സന്തോഷപ്രദമായ മണിക്കൂറുകളാണ് എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിനിടയിൽ ഒരാൾ നമ്മളോട് പറഞ്ഞത് എല്ലാ സാധനങ്ങളും കിട്ടി എന്നത് തന്നെയാണ്. വലിയ വിലക്കുറവുണ്ട് എന്നും സാക്ഷ്യപ്പെടുത്തുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള നമ്മളോടൊപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് സാധനങ്ങൾ എത്രയും വേഗം വീടുകളിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി കൺസ്യൂമർ ഫെഡിൻ്റെയും സപ്ലൈകോയുടെയും അടക്കം ഔട്ട്ലെറ്റുകളെ ആശ്രയിച്ചിരിക്കുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ്. വലിയൊരു ആശ്വാസത്തിൻ്റെ കാഴ്ച എന്ന് നേരത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധനടക്കമുള്ളവർ സൂചിപ്പിച്ചപ്പോഴും അത് വലിയൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നത് നമുക്ക് എടുത്തു പറയണം. എസ് മോഹനകുമാർ, നമ്മളിപ്പോൾ കണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ പ്രതികരണങ്ങൾ ഓരോന്നും സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു അളവ് വരെ ആശ്വാസമായി എന്നതാണ്
എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ആശ്വാസത്തിനപ്പുറത്തേക്ക് കാണിക്കുന്ന ഒരു വലിയ മാതൃകയുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഇത് എന്ത് തരത്തിലുള്ളൊരു പാഠമാണ് സാമ്പത്തിക രംഗത്ത് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കണം. ഈ സപ്ലൈകോയ്ക്കായാലും കൺസ്യൂമർ ഫെഡിനായാലും ധനവകുപ്പിൻ്റെ ഒരു പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഫണ്ട് അടക്കം അനുവദിക്കുന്നുണ്ട്. അപ്പോഴും ഇത് സർക്കാരിനൊരു അധിക ചെലവാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോഴും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൻ്റെ നേട്ടം ആത്യന്തികമായി ലഭിക്കുന്നത്. ആ നേട്ടമാണ് ഏറ്റവും വലുത് എന്ന കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ വാക്കുകളടക്കം നമുക്ക് ഓർത്തെടുത്തുകൊണ്ട് ഇത് സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് എത്ര വലിയ പാഠമാണ്, മാറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? നോക്കൂ, സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ 225 കോടി രൂപ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ ഓണ സമയത്തുള്ള സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതിന് വേണ്ടി 225 രൂപ കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു മാസത്തേക്ക് മുമ്പേ 100 കോടി രൂപ കൺസ്യൂമർ ഫെഡിനും സപ്ലൈകോയ്ക്കുമായിട്ട് കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ 24-25 ബഡ്ജറ്റിൽ അലോട്ട് ചെയ്ത തുകയുടെ 100 കോടി രൂപ അല്ലാതെ കൊടുത്തു. ഇതുകൂടാതെ ഒരു 80 കോടി രൂപയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾക്ക് ഒരുപാട് മുകളിൽ പോയി സംസ്ഥാന സർക്കാർ മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പ് മാർക്കറ്റിൽ ഇടപെടാൻ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡിനെയും മിൽമ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുകയാണ്. ഇത് ഒരു ഭാഗത്ത് സംഭവിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണേണ്ടത് ഈ കൺസ്യൂമർ ഫെഡും സപ്ലൈകോയുടെ കടകളിലുമെല്ലാം ആളുകൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അത് വളരെ സ്വാഭാവികമാണ്. കാരണം ഇങ്ങനെ പുറത്ത് കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അരിയുടെ ജയ അരിയാണ്. ജയ അരിയുടെ കമ്പോളത്തിലെ വില 50 രൂപയാണ്. ആ അരി സപ്ലൈകോയിൽ കിട്ടുന്ന 29 രൂപയ്ക്കാണ്. ഏകദേശം 40% വിലക്കുറവ്. അതുപോലെ തന്നെ കുത്തരി, ഓണത്തിന് ആളുകൾ ഉപയോഗിക്കുന്ന കുത്തരി, അതിൻ്റെ വില 47 രൂപയ്ക്ക് കമ്പോളത്തിൽ കിട്ടുന്ന അരിയുടെ വില 30 രൂപയാണ്. ഇനി ഉഴുന്നിൻ്റെ വില, ഏറ്റവും കൂടുതൽ ഓണത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ഉഴുന്നും പയറുമല്ല. ഉഴുന്നിൻ്റെ വില 145 രൂപയ്ക്ക് കമ്പോളത്തിൽ കിട്ടുന്ന ഉഴുന്നിൻ്റെ വില 95 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ കിട്ടുന്നത്. ഏകദേശം 40% വരെ 50% വരെ വിലക്കുറവെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ്. ഉഴുന്നിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അടിച്ചിട്ടുണ്ട് അതിൻ്റെ വില. ഇങ്ങനെ ആളുകൾ വളരെ നീണ്ട ക്യൂ നിൽക്കുകയാണ്. കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ അവർ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ വേണ്ട എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ഓണ ദിവസം വരെ, അത് കഴിഞ്ഞാലും എത്ര ആളുകൾക്ക് വേണോ ഈ സാധനങ്ങൾ അർഹരായവർക്ക് അവരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഇതിനകം ചെയ്തു കഴിഞ്ഞു. അത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് 1500 ഓണച്ചന്തകൾ തുടങ്ങാൻ ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചത്. അത് നടപ്പിലാക്കി കഴിയാണ്. ഇതിന് പുറമെയാണ് സഹകരണ മേഖലയിലുള്ള സ്റ്റോറുകൾ, പച്ചക്കറി കടകൾ, ഹോർട്ടിക്രോപ്പിൻ്റെ പച്ചക്കറി കടകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വിപണിയിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക ഇതിനൊരു സാമ്പത്തിക ശാസ്ത്രവും സാമ്പത്തിക തത്വശാസ്ത്രവും ഫിലോസഫിയും കൂടെ ഇതിനകത്തുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ സർക്കാരുകൾക്ക് കമ്പോളത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്നും സർക്കാരുകൾ ഇടപെട്ട് മാത്രമേ വില നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നും, അങ്ങനെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ ആകെ പൊതുവിൽ കാണുന്ന രീതി, അതായത് പച്ചക്കറികളുടെ വിലവർദ്ധനവ് ഇന്ത്യ രാജ്യത്തു നിന്ന് 30% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ വിലവർദ്ധനവ് 9.5%, പണപ്പെരുപ്പ നിരക്ക് 5%. ഇങ്ങനെ സാധനങ്ങളുടെ വിലവർദ്ധനവ് 10% മുതൽ 30% വരെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് ദേശീയ കമ്പോളത്തിൽ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ മാത്രം അത് 50% വരെ കുറച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് സർക്കാരുകളെ എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ട സാഹചര്യമൊരുക്കുന്നത്, വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു പാഠമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ വളരെ വികലമായ സാമ്പത്തിക നയങ്ങൾ അവതരിപ്പിച്ചത് വഴി ജനങ്ങളെ തന്നെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയ ഒരു സമീപനം ഉണ്ടായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അത്തരത്തിൽ ഒരു ഉത്സവ ആഘോഷകാലത്ത് അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഈ നിലയ്ക്കുള്ളൊരു ഇടപെടൽ ഉണ്ടാകേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്.
സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു എന്നത് മാത്രമല്ല, സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന സാധനങ്ങളുടെ എണ്ണം തന്നെ വലിയ തോതിൽ കുറച്ചുകൊണ്ട്, സബ്സിഡി തന്നെ കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനം സംസ്ഥാനങ്ങളോട് കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ മറുഭാഗത്ത് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ടുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. ശരിക്കും രാജ്യത്താകമാനം മാതൃകയാകുന്ന ഒരു പ്രവർത്തനം ഇപ്പോൾ ഉണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായും ഒരു പാഠമായി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ ശ്രീ എസ് മോഹനകുമാർ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, സാധനങ്ങളുണ്ട്, അതുതന്നെയാണ്, എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു, ഈ ഓണം സമൃദ്ധമായി കഴിഞ്ഞു എന്നിപ്പോൾ തന്നെ ധൈര്യപൂർവ്വം പറയാകുന്ന ഒരു രീതിയിലേക്ക് ഈ ജനങ്ങളുടെ പ്രതികരണത്തെ മാറ്റിമറിക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതും മാതൃകാപരമായി നമ്മൾ എടുത്തു കാണിക്കണം. തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. നോക്കൂ, ഈ വളരെ ശരിയാണ് ആ ഒബ്സർവേഷൻ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ നിന്ന് 100 രൂപ ടാക്സ് GST ഇനത്തിൽ പിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ 70 രൂപയും 70 രൂപയിൽ കൂടുതൽ കൈവശം വയ്ക്കുന്ന കേന്ദ്ര സർക്കാർ, 30 രൂപയിൽ കുറവ് മാത്രം സംസ്ഥാന സർക്കാരിന് ചെലവഴിക്കാൻ കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ, ഒരു പ്രത്യേകിച്ചും വയനാട് ദുരന്തം കൂടെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു ഉത്സവം ഉണ്ടാകുമ്പോൾ അത് അവിടെ ജനങ്ങളുടെ ആവശ്യമായ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ആളുകളുടെ കയ്യിലെത്തുന്നെന്ന് ഉറപ്പുവരുത്തേണ്ട ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണ്? കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പെയാണ് പാചകവാത ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചത്. അതേപോലെ തന്നെ മറ്റ് പെട്രോളിൻ്റെ വില ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ട സമയം വർദ്ധിപ്പിക്കേണ്ട കാരണം ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പെട്രോളിൻ്റെ വിലയും വർദ്ധിപ്പിച്ചേനെ. പെട്രോളും പാചക ഗ്യാസും എല്ലാം വില വർദ്ധിപ്പിക്കുന്ന ഇതൊരു തരത്തിലുള്ള ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ സ്റ്റിമുലൻ്റാണ്. അതായത് പാചകവാതത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കും. പച്ചക്കറികളുടെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. അതുപോലെയാണ് നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില വർദ്ധിക്കുമ്പോൾ. ഇതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അതിശക്തമായി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതികളൊന്നും വകവയ്ക്കാതെ, പരിമിതികൾ എന്തൊക്കെയായാലും അത് അപ്പോൾ കാണാം എന്നുള്ള രീതിയിൽ 225 രൂപ കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സർക്കാർ മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി ഓണാവശ്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നു. അതിന് തൊട്ടു മുമ്പായി 100 കോടി രൂപ കൊടുക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ ജനങ്ങളെ കൺസ്യൂമർ ഫെഡിനും സപ്ലൈകോയ്ക്കും മറ്റ് കമ്പോള ഇടപെടൽ സാധ്യതകൾക്കും ഒരു വശത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആളുകൾക്ക് സുഭിക്ഷമായി ഒരാഴ്ചയെങ്കിലും ഓണം ആഘോഷിക്കണമെന്നുള്ള രീതിയിൽ അവരുടെ കയ്യിലും പെൻഷനായിട്ടും ഉത്സവബത്തയായിട്ടും അല്ലെങ്കിൽ ബോണസായിട്ടും ഓണ അഡ്വാൻസായിട്ടും ഒരു ചെറിയ തുക അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇങ്ങനെ 2 രീതിയിലും സമന്വയിപ്പിച്ച് സർക്കാരിൻ്റെ ബാധ്യതകളൊന്നും ജനങ്ങളെ അറിയിക്കാതെ ജനങ്ങളെ ഈ ഓണം ഒരു ഉത്സവമാക്കി മാറ്റാൻ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതൊരു മുന്നോട്ട് പോകുന്നൊരു സമീപ ഭാവിയിൽ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് പ്രോസസ്സായി, അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി തുടർന്നും ഇടപെടാവുന്ന ഒരു രീതിയായി ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് നാളെയും അവതരിപ്പിക്കാവുന്ന ഒരു ഘടകമായി ഇത് മാറാനുള്ള സാധ്യതയുണ്ടോ ശ്രീ എസ് മോഹനകുമാർ? അങ്ങനെ ഒരു മാതൃകാപരമായ പ്രവർത്തനം കൂടി ഒരു പക്ഷേ നമുക്ക് സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? നോക്കൂ, ഇത്തരത്തിൽ ഓണം ഇപ്പോൾ ലോകം മുഴുവനും അറിയുന്നൊരു ഫെസ്റ്റിവലാണ്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ മലയാളികളുണ്ട് എന്ന് മാത്രമല്ല എല്ലാവർക്കും ഓണം അത്തരത്തിൽ പ്രാധാന്യമുള്ളൊരു ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങൾ നാഷണൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ഇത് ഇപ്പം അടുത്ത ദീപാവലി വരുന്നുണ്ട്. ദീപാവലി വരുമ്പോൾ അവിടുത്തെ ഓരോ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂജ ഫെസ്റ്റിവൽ വരും, ദീപാവലി വരും. ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ വരുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾ കോവിഡ് വന്നപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ സാധാരണ ജനങ്ങൾ അവിടങ്ങളിലെ സർക്കാരിനോട് ചോദിച്ചു, കേരള സർക്കാരിന് എല്ലാ മാസവും ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യവും എണ്ണയും എല്ലാം അവരെ വീട്ടിലെത്തിക്കാമെങ്കിൽ അതിനേക്കാളും വരുമാനമുള്ള രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഞങ്ങളെ വീടുകളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കിറ്റുകൾ എത്തിക്കുന്നില്ല എന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇതൊരു മാതൃകയാക്കിയെടുത്ത് ഇന്ത്യയിലെ
എല്ലാ സംസ്ഥാനങ്ങളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇത് നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥയാവും. അങ്ങനെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായി മാറാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നുവെന്ന് മാത്രമല്ല, അത് മാറേണ്ടത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും സമൂഹത്തിൽ താഴെക്കടയിൽ നിൽക്കുന്നവരുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ കമ്പോളത്തിലെ ഇടപെടൽ. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ കേന്ദ്രതലത്തിലും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സാധ്യമാകട്ടെ. കേരള സർക്കാരിനെ, സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും ആ ഒരു നിലയ്ക്ക് മാതൃകയായി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കാണട്ടെ. എന്തായാലും ഓണം ഇക്കുറി അടിച്ചു പൊളിക്കുമെന്ന കാര്യം മലയാളികൾ ഇപ്പോൾ തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അവർ നമ്മൾ കണ്ടിട്ടുള്ള, നമ്മളിപ്പോൾ പ്രതികരണം എടുത്തിട്ടുള്ള ജനങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമുണ്ട്. കലവറ നിറഞ്ഞു, ഇനി ഓണം സമൃദ്ധമാണ്, സജീവമാണ്. ആ നിലയ്ക്കുള്ളൊരു ആത്മവിശ്വാസം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും ഉപകരിച്ചു എന്നുള്ളതും വലിയ വിജയം ഈ ഒരു തലത്തിൽ കണ്ടു എന്നതും നമ്മൾ എടുത്തു പറയണം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യവും അതുതന്നെയാണ്. നന്ദി ശ്രീ എസ് മോഹൻകുമാർ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം നമ്മുടെ പ്രതിനിധികൾക്കും. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.